എം എസ് സനീഷ് കുമാർ റിപ്പോർട്ട് ചെയ്യുന്നത് CI2 നടത്തുന്ന സമരമാണ്. തലസ്ഥാനത്ത് ആശാ വർക്കർമാരുടെ സമരം 18ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അതിനെതിരെ ഡാൻ കുര്യനിലേക്ക് എത്തുന്നു. ഡാൻ, CI2-ന്റെ സമരം കോഴിക്കോടടക്കം ആലപ്പുഴയിലടക്കം എല്ലായിടത്തും ഒരു ബദൽ സമരം, ഞങ്ങൾ നടത്തുന്നത് ബദൽ സമരമല്ല എന്ന് CI2 അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും എന്തിനാണ് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്നത്? സർക്കാരിനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ട് എന്ന് അതിനകത്ത് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ആരോപിക്കുന്നുണ്ട്. അപ്പോഴും ആശാ വർക്കർമാരുടെ സമരം സംസ്ഥാന വ്യാപകമായി വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിലേക്കൊക്കെ കടക്കുകയും ചെയ്തു. ഏറ്റവും പുതിയ വിവരം എന്താണ് അവിടെ നിന്നുള്ളത് ഡാൻ? അതായത് ഈ നിയമപരമായി മുമ്പോട്ട് പോകാനുള്ള ഈ ആരോഗ്യമന്ത്രിയും അവരുടെ ഭർത്താവിനെയും അധിക്ഷേപിച്ചെന്ന് കാണിച്ചുകൊണ്ടാണ് ആ നിയമപരമായ നടപടികളുമായി ആശാ വർക്കർമാർക്ക് എതിരെ നീങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ആരോഗ്യമന്ത്രിയുടെ കുടുംബം എത്തിയത്. അങ്ങനെ ആരോഗ്യമന്ത്രിയുടെ ഭർത്താവ് തന്നെ ജോർജ്, അദ്ദേഹം വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഈ ആശാ വർക്കർമാർക്ക്. അതിനോട് ഏത് തരത്തിലായിരിക്കും നിങ്ങളുടെ ഒരു പ്രതികരണം? ഇന്നലെ ആ വക്കീൽ നോട്ടീസിൽ തിരിച്ചൊരു മറുപടി അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ് മുഖാന്തരം നൽകിയിട്ടുണ്ട്. കാരണം അതൊരിക്കലും അത് മന്ത്രിയോ മന്ത്രിയുടെ കുടുംബത്തെയോ ഭർത്താവിനെയോ അധിക്ഷേപിക്കാൻ വേണ്ടി നടത്തിയൊരു പരാമർശമല്ല. മറിച്ച് തലേ ദിവസം ഈ പറയപ്പെടുന്നതിന്റെ തൊട്ട് തലേ ദിവസം ഞങ്ങൾ നിയമസഭയിൽ പോയി മന്ത്രിയെ കാണാൻ ശ്രമിച്ചപ്പോൾ മന്ത്രി പറഞ്ഞത് പിറ്റേ ദിവസം വരൂ എന്നാണ് പറഞ്ഞത്, രാവിലെ വരൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ സ്വാഭാവികമായി മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ചെന്നു. പക്ഷെ വസതിക്ക് അകത്ത് കയറ്റിയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അപ്പോൾ മന്ത്രിയുടെ അല്ലെങ്കിൽ മന്ത്രിയുടെ അഭിപ്രായം പറയാൻ അർഹതയുള്ള ഒരാളെന്ന നിലയ്ക്ക് ആണ് ഒരു മനുഷ്യൻ എന്നോട് പ്രതികരിച്ചത്. ഞങ്ങൾ ഈ വീട്ടിലേക്ക് ആരെയും അങ്ങനെ കാണാറില്ല, ഇവിടെ കാണാറില്ല, ഓഫീസിലേക്ക് പോകുമെന്ന് പറഞ്ഞത്. അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ അത്ഭുതകരമായി തോന്നി. കാരണം ഔദ്യോഗിക വസതി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ നികുതി പണത്തിലാണ് ഔദ്യോഗിക വസതി നിലകൊള്ളുന്നത്. അവിടെ ജനങ്ങൾക്ക് കയറിച്ചാലുള്ള അവകാശമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വസതിയിൽ നിന്ന് അങ്ങനെ ഒരു മറുപടി കേട്ടപ്പോൾ അത് ഒട്ടും ശരിയായില്ല എന്നുള്ളത് കൊണ്ട് ആണ് ഒരു പ്രതികരണം നടത്തിയത്. അതിനകത്തൊരു അല്പം പോലും അപകീർത്തിപ്പെടുത്താൻ വേണ്ടുന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പരാമർശവും നടത്തിയിരുന്നില്ല എന്ന് മുഴുവൻ ആളുകൾക്ക് മനസ്സിലായൊരു കാര്യമാണ്. അതുകൊണ്ട് അതായത് ആരോഗ്യമന്ത്രി ആവർത്തിച്ച് ഈ നിങ്ങൾക്ക് എതിരായിട്ടൊരു പരാമർശങ്ങൾ നടത്തിയിട്ടില്ല. അങ്ങനെ നടത്തിയതായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും സംസാരിക്കുന്നപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പരസ്യമായി പ്രതികരിച്ചപ്പോഴെല്ലാം സമരക്കാരുടെ കോഴ്സിനൊപ്പമാണ് ഞാനും. പക്ഷേ കേന്ദ്ര അവഗണന തുടരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് സർക്കാർ എത്തിയത് എന്നാണ് ആരോഗ്യമന്ത്രിയും സർക്കാർ വൃത്തങ്ങളുമൊക്കെ വ്യക്തമാക്കിയത്. അതിനിടയിലാണ് ഈ വസതിയിലെത്തുമ്പോൾ അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നൊരു ആരോപണം ആശാ വർക്കർമാരുടെ ഭാഗത്തുനിന്ന്, താങ്കൾ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അവിടെ വ്യക്തിപരമായി ഒരുപാട് വിമർശനങ്ങൾ ആ കുടുംബത്തിന് നേരെ നേരിടേണ്ടി വന്ന ഒരു സാഹചര്യത്തിലാണ് അവർ ഇങ്ങനൊരു നിയമ സഹായം തേടിയതെന്ന് വേണം കരുതാൻ. അങ്ങനെയാണെങ്കിൽ അവർ ഒരു പ്രതികാര നടപടിയാണ് ചെയ്യുന്നതെന്ന് പറയാൻ കഴിയുമോ? ആരാണ് അങ്ങനെ ആരോഗ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കേണ്ടത്? കാരണം അപ്പൊ പിന്നെ ആരോഗ്യമന്ത്രിയാണ് വെളിപ്പെടുത്തേണ്ടത്. ആരോഗ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ആരാണ് ആ മറുപടി പറഞ്ഞത്? അത് മന്ത്രിയാണ് പറയേണ്ടുന്നത്. മന്ത്രി ആരെയാണ് ചുമതലപ്പെടുത്തിയത്? എനിക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കാണില്ല എന്ന് പറയുന്നത് മന്ത്രിയാണ് വെളിപ്പെടുത്തേണ്ടത്, നമ്മളല്ല. അത് മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ മന്ത്രി ആരാണ് കുറ്റപ്പെടുത്താൻ? ഒരു ഔദ്യോഗിക വസതിയിൽ ധാരാളം ആളുകൾ ഉണ്ടാകും. അത് അവരുടെ കുടുംബ പ്രശ്നമല്ലല്ലോ. മന്ത്രി പറഞ്ഞതുപോലെ അതൊരു കുടുംബ പ്രശ്നമല്ല. മറിച്ച് അവിടെ ധാരാളം ഉദ്യോഗസ്ഥരും മറ്റ് ജീവനക്കാരും ഒക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ അതിനകത്ത് മന്ത്രി എന്തിനാണ് ഇത്രയും അധികം വിഷമിക്കുന്നത്? അല്ലെങ്കിൽ അങ്ങ് കഴിഞ്ഞ ദിവസം തൊട്ട് ഈ അത് പറയേണ്ടത് ആരാണ് അങ്ങനെ സംസാരിച്ചതെന്ന് പറയേണ്ടത് മന്ത്രിയാണെന്ന് പറയുന്നു. ഇപ്പം അങ്ങനെ ഒരു സസ്പെൻഷന്റെ കാര്യമുണ്ടോ ഇനി? ഈ 18 ദിവസമായില്ല, ഇത് ആരാണ് അങ്ങനെ പറഞ്ഞതെന്ന് അങ്ങേക്ക് പറഞ്ഞുകൂടെയാണ്? അല്ല, മന്ത്രിയല്ലേ പറയേണ്ടത്. ഞാൻ ആരെ ചുമതലപ്പെടുത്തി? അവിടെ പുറത്തു നിന്ന സ്ത്രീകളോട് ഇവിടെ കാണാൻ പറ്റില്ല, ഞങ്ങൾ ഇവിടെ ആരെയും കാണാറില്ല, നിങ്ങൾ മന്ത്രിയുടെ ഔദ്യോഗിക ഓഫീസിൽ പോകൂ എന്ന് പറഞ്ഞത് ആരാണെന്ന് മന്ത്രിയല്ലേ പറയേണ്ടത്. ഞാൻ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികത ഉണ്ടായിരുന്നു? സംസാരിച്ച രീതിയിൽ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ ആരെയും കാണാറില്ല, നിങ്ങൾ മന്ത്രിയുടെ ഓഫീസിൽ പോയി കാണൂ. ഈ ഞങ്ങൾ എന്ന് പറഞ്ഞ വാക്കിനകത്താണ് ഞാൻ അത് ഭർത്താവായിരിക്കുമെന്ന് ഊഹിച്ചത്. അത് ആദ്യ ദിവസം പോലെ പറയുന്നതാണ്. ഇവിടെ അതല്ലല്ലോ വിഷയം. ഇപ്പൊ മന്ത്രി തന്നിരിക്കുന്ന, മന്ത്രിയുടെ ഭർത്താവ് എടുത്തിരിക്കുന്ന വക്കീൽ നോട്ടീസിൽ തിരിച്ച് മറുപടി കൊടുത്തിട്ടുണ്ട്. അവർ നിയമപരമായി നേരിടുന്നെങ്കിൽ നേരിടട്ടെ. കാരണം ഈ കേരളത്തിലെ ആളുകൾ 50 ലക്ഷം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുവഴി കടന്നു പോകുന്ന ആളുകൾ പറയുന്നത് കേസുണ്ടല്ലേ, ഞങ്ങൾ സഹായിക്കാമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്കത് അങ്ങനെ അവരോട് ഏതെങ്കിലും തരത്തിൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് ഭർത്താവ് അല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ പ്രസ്താവന പിൻവലിക്കും? ഞാൻ ചോദിക്കട്ടെ, അത് പറയേണ്ടത് മന്ത്രിയല്ലേ? മന്ത്രി ആരെ ചുമതലപ്പെടുത്തിയത് മന്ത്രിയല്ലേ പറയേണ്ടത്? ഞാൻ എങ്ങനെയാണ് പറയുന്നത്? നിങ്ങൾ ഈ ആരോപണത്തിൽ ഇപ്പോഴും അതുപോലെ തന്നെ ഈ ആരോപണമല്ലല്ലോ. ഞാൻ ഒരു സന്ദർഭത്തിൽ നടന്നൊരു കാര്യത്തെയാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഔദ്യോഗിക വസതി ജനങ്ങൾക്കുള്ളതാണോ അല്ലയോ എന്ന് ആദ്യം മന്ത്രി പറയട്ടെ. അങ്ങനെയാണെങ്കിൽ ആദ്യം അത് പറയട്ടെ. അവിടെ ആർക്കൊക്കെ വരാമെന്ന് പറയട്ടെ, ആരൊക്കെ വരണ്ടെന്ന് പറയട്ടെ, അതിന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കട്ടെ. മന്ത്രി അത് ചെയ്യട്ടെ.
അപ്പൊ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ഔദ്യോഗിക വസതിയിലെത്തി ആശാ വർക്കർമാർ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞു എന്നുള്ള ആരോപണം വീണ്ടും ആവർത്തിക്കുകയാണ് ആശാ വർക്കർമാരുടെ സംഘടനാ പ്രതിനിധി മിനി. അതുകൊണ്ട് തന്നെ ഈ നഷ്ടപരിഹാരം, ഈ ആരോപണത്തിനെതിരായിട്ടുള്ള നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസിന് മറുപടി നൽകിയിട്ടുണ്ട് അഡ്വക്കേറ്റ് കാളീശ്വരം രാജവഴി എന്നുകൂടി മിനി പറയുന്നു. ഔദ്യോഗിക വസതിയിൽ എങ്ങനെയാണ് മന്ത്രിയെ കാണാൻ ചെല്ലുന്ന ജനങ്ങളെ തടയാൻ അവരുടെ ഭർത്താവിന് കഴിയുന്നത്? എങ്ങനെയാണത് ജനാധിപത്യ വിരുദ്ധമല്ല എന്നുള്ളൊരു ചോദ്യവും ആവർത്തിക്കുകയാണ്.